നമസ്തേ ഹരിശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാന സ്വരൂപിണി. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി. ഈ സംസാര ജീവിതമാവുന്ന ചെളിയിലാണ്ട് കിടക്കുന്ന നമ്മളെ ഉദ്ധരണം ചെയ്യുക, കൈപിടിച്ചുയർത്തുക, അതിൽ സാമർഥ്യമുള്ള ദേവി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യജ്ഞപ്രിയ, യജ്ഞാദികളിൽ പ്രിയമുള്ള ദേവി. യജ്ഞകർത്തൃ, യജ്ഞാദി കർമ്മങ്ങൾക്ക് ഉപജ്ഞാതാവായിട്ട് ഇരിക്കുന്ന ദേവി. യജമാന സ്വരൂപിണി, യജ്ഞം നടത്തുന്ന യജമാനൻ്റെ സ്വരൂപത്തിലിരിക്കുന്നതും ദേവി തന്നെ. അടുത്തത് ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർധിനി. ധർമ്മത്തിന് ആധാരമായിരിക്കുന്നതും ധനസമ്പത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്നതും ധനധാന്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ദേവി തന്നെ. അടുത്തത് വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. വിപ്രപ്രിയ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ പ്രിയമുള്ള ദേവി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് പ്രിയമില്ല എന്നാണ് അല്ല പറയുന്നത്. ബ്രാഹ്മണൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മജ്ഞാനമറിഞ്ഞവൻ, ആത്മജ്ഞാനിയുടെ രൂപത്തിൽ വർത്തിക്കുന്ന ആളുകൾക്ക് പ്രിയമുള്ള ദേവി. ഇങ്ങനെയുള്ള ആത്മജ്ഞാനത്തിൻ്റെ രൂപത്തിലാണ് ദേവി ഇരിക്കുന്നത്. ആത്മജ്ഞാനമുള്ളവരോട് പ്രീതിപ്പെട്ടിരിക്കുന്ന ദേവി. വിശ്വത്തിൻ്റെ ഭ്രമണത്തിന് കാരണമായിരിക്കുന്നതും ദേവി തന്നെ. അടുത്തത് വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി. വിശ്വഗ്രാസ, പ്രളയസമയത്ത് പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിച്ച ദേവി. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം, പവിഴത്തിൻ്റെ ശോഭയോടെ വിളങ്ങുന്ന ദേവി. വിഷ്ണു ശക്തി സ്വരൂപിണിയായിരിക്കുന്നതും വിഷ്ണു സ്വരൂപത്തോടു കൂടിയിരിക്കുന്നതും ദേവി തന്നെ. അടുത്തത് അയോനിർയോനി നിലയ കൂടസ്ഥ കുലരൂപിണി. ഇവിടെ പറയുന്നത് എല്ലാവരും ജനിച്ച പോലെയല്ല ദേവി ജനിച്ചിരിക്കുന്നത്. ചിദഗ്നികുണ്ഡ സംഭൂത എന്നാണ്. അഗ്നികുണ്ഡത്തിൽ നിന്നുമാണ് ദേവി ജനിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാറ്റിൻ്റെയും ഉദ്ഭവസ്ഥാനം ദേവി തന്നെയാണ്. എല്ലാം മാറിയാലും കൂടം പോലെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ആളാണ് ദേവി. കൗളമാർഗസ്വരൂപിണിയുമായ ദേവിയാണ്. അടുത്തത് വീരഘോഷ്ടിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി. വീരന്മാരുടെ സമൂഹത്തെ ഇഷ്ടപ്പെടുന്ന ദേവി. മഹാപരാക്രമശാലിനിയാണ് ദേവി. കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ ദേവിയെ ബാധിക്കുകയില്ല. നാദബ്രഹ്മസ്വരൂപിണിയായിട്ടും ദേവി ഇരിക്കുന്നു. വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ധവാസന. വിജ്ഞാനത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കപ്പെടുന്നവൾ. കലാനിപുണതയോടെ മംഗളസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി. വിദഗ്ധ, എല്ലാത്തിലും അതിനിപുണയായിരിക്കുന്ന ദേവി. എല്ലാ കഴിവുകളും, ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. അതെല്ലാം നമുക്ക് നൽകുന്നത് ദേവി തന്നെയാണ്.
ബൈന്ദവാസന ഭൂമധ്യസ്ഥാനത്തിന് സമീപമുള്ള ആജ്ഞാചക്രത്തിൽ വസിക്കുന്ന ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. ആജ്ഞാചക്രത്തിൽ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്ന ദേവി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഓം മഹാദേവി നമഃ. നമസ്തേ ഹരിശരണം.